ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു പീസ് ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കുന്നതാണ്. ഇതുപയോഗിച്ച് നമ്മുടെ വീട് ക്ലീൻ ചെയ്തെടുക്കാം. ഒപ്പം തന്നെ നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പീസ് ഇഞ്ചിയാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ സ്കിന്നൊന്നും കളയുന്നില്ല. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചീത്തയാകാൻ തുടങ്ങിയ ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി, ഒരു 1/4 ഗ്ലാസ്സിന് താഴെ വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പം തന്നെ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു മണമാണ് കേട്ടോ ഇഞ്ചിയുടെ. എല്ലാവർക്കും പൊതുവേ ഇഞ്ചിയുടെ മണം ഇഷ്ടമുള്ളതായിരിക്കും. ഇപ്പം ഇതേ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇഞ്ചി ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു സൊല്യൂഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയിട്ടുള്ള എയർ ഫ്രഷ്നറേക്കായും അതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷനേക്കായും ഒക്കെ വളരെ എഫക്റ്റീവാണ്. ഇപ്പം നമ്മൾ ഇഞ്ചി നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മളിതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റിനോടൊപ്പം ഇഞ്ചിയുടെ നീരും കൂടെ വരുമ്പോഴേക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സത്യത്തിൽ ഈ ഒരു സൊല്യൂഷൻ്റെ മണമുണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എയർ ഫ്രഷ്നറൊക്കെ ഇതിന് മുമ്പിൽ ഒന്നുമല്ല. അത്രയ്ക്ക് കിടിലൻ മണമാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഡെയിലി കിച്ചൺ കൗണ്ടർ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ കൗണ്ടർ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വൈബാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവുമായിരിക്കും നമ്മുടെ കിച്ചണിനുള്ളിൽ. മാത്രമല്ല നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ തെറിച്ച് വീണിട്ടുള്ള ആ ഒരു ഓയിലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കിച്ചൺ കൗണ്ടർ മാത്രമല്ല കേട്ടോ, സൈഡിലുള്ള ആ ഒരു വാൾ ടൈലൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡെയിലി ക്ലീൻ ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പാണ്. ഗ്ലാസിൻ്റെയൊക്കെ സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പളപള തന്നെ തിളങ്ങും. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എണ്ണമെഴുക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല കിച്ചണിലെ പാറ്റ, പല്ലി, എറുമ്പിൻ്റെയൊക്കെ ശല്യം ഡെയിലി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മാറിക്കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കോഫി മഗ്, ചായപാത്രങ്ങൾ ഒക്കെ തന്നെ കറ മാറ്റിയെടുക്കാനായിട്ട് ഈ സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. സ്ക്രബ്ബർ പോലും ആവശ്യമില്ല. നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കഴിയും. ഒരുപാട് പഴക്കമുള്ള കട്ടി പിടിച്ചിട്ടുള്ള ചായക്കറയൊക്കെ ആണെങ്കിൽ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നിങ്ങളൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ മാത്രം ഉപയോഗിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചായയുടെയും കോഫിയുടെയും ഒക്കെ കറ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബിരിയാണി, ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റുകളിലൊക്കെ ആ ഒരു എണ്ണമെഴുക്ക് മാറ്റിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ കിച്ചൺ സിങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു മണവുമായിരിക്കും നമ്മുടെ കിച്ചൺ സിങ്കിനുള്ളിൽ. കൂടാതെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കിച്ചണിനുള്ളിൽ
കിച്ചൺ കൗണ്ടർ, ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ ഈ സിങ്കിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ നമ്മുടെ കിച്ചണിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും, നല്ലൊരു മണമായിരിക്കും. കൂടാതെ തന്നെ പാറ്റ, പല്ലി, എറുമ്പ് പോലുള്ളവയുടെ ശല്യം ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ഇനി ഈ സൊല്യൂഷൻ്റെ അടുത്ത ഉപയോഗം വന്നിട്ട് ഫ്രിഡ്ജ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ എണ്ണമെഴുക്കും നനവും ഒക്കെയുള്ള കൈയോടുകൂടി വന്നിട്ട് പലപ്പോഴും ഫ്രിഡ്ജ് തുറക്കി അടയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡോർ സൈഡിലൊക്കെ എണ്ണമെഴുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നീറ്റായിട്ടാണ് ഞാൻ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു പ്രോഡക്റ്റിനേക്കാളും വളരെ എഫക്റ്റീവാണ് നമ്മളിപ്പം തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഇഞ്ചി കൊണ്ടുള്ള ഈ ഒരു സൊല്യൂഷൻ. ഫ്രിഡ്ജിൻ്റെ പുറത്ത് മാത്രമല്ല അകത്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് നല്ലതുപോലെ ക്ലീനാക്കി ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. സത്യത്തിൽ എനിക്ക് പേഴ്സണലി ഇത് ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം കുറേ ദിവസത്തേക്ക് ആ ഒരു ഇഞ്ചിയുടെ മണം നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല കെമിക്കലുകൾ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭയവും നമുക്ക് വരില്ല. ഇഞ്ചിയുടെ സ്പ്രേ ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ഉപയോഗം വന്നിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. വാഷിംഗ് മെഷീൻ്റെ പുറത്ത് മാത്രമല്ല അകത്ത് നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ പലതരത്തിലുള്ള ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നത് കൊണ്ട് തന്നെ അണുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 2 ആഴ്ചയൊക്കെ കൂടുമ്പം വാഷിംഗ് മെഷീനുള്ളിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന സ്പ്രേ 2-3 ടേബിൾ സ്പൂൺ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കറക്കി എടുക്കാറുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത സ്പ്രേയുടെ അടുത്ത ഉപയോഗം മൈക്രോ ഓവനും OTGയും ഒക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മൾ മൈക്രോ ഓവനിൽ നോൺ വെജ് ഒക്കെ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓയിലും സ്മെല്ലും ഒക്കെ അതിനുള്ളിൽ ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളിത് ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന സ്പ്രേ അകത്തൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നല്ലൊരു മണവുമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും കഴിയും. പ്രത്യേകിച്ചും ഗ്രില്ല് ചെയ്തെടുക്കുന്ന സന്ദർഭങ്ങളിൽ മസാലയും അതിൽ നിന്ന് വരുന്ന ഓയിലുമൊക്കെ OTGക്ക് ഉള്ളിലുള്ള ട്രെയിൽ വീണിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശരിക്കും വലിയൊരു ടാസ്ക് തന്നെയാണ്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളിപ്പം തയ്യാറാക്കിയെടുത്ത ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. മാത്രമല്ല ആ ഒരു നോൺ വെജിൻ്റെ സ്മെല്ല് പോലും OTGക്കുള്ളിൽ ഉണ്ടാകുകയില്ല. നമ്മൾ തയ്യാറാക്കിയ സ്പ്രേ ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ഉപയോഗം വന്നിട്ട് നമ്മുടെ മിക്സിയും ഇൻഡക്ഷൻ കുക്കറുമൊക്കെ നല്ല രീതിയിൽ ഗ്ലാസ് പോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയും. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചിലന്തിവല കിട്ടുന്ന ഭാഗങ്ങളാണ് വിൻഡോയുടെ സൈഡ്, ഡോറിൻ്റെ പിറകുവശമൊക്കെ. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ചിലന്തിവല കിട്ടുകയില്ല. ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. എപ്പോഴും ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും എണ്ണമെഴുക്കുമൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. ക്ലീൻ ചെയ്തെടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈച്ചയുടെ ശല്യമൊന്നും തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ടാകുകയില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും കഴിയും. അപ്പം നമ്മുടെ ഇഞ്ചി സ്പ്രേയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.